പുകഴ്ത്തി പറയുന്നവരെല്ലാം മിത്രങ്ങളും താഴ്ത്തി പറയുന്നവരെല്ലാം ശത്രുക്കളുമല്ല. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ വേണ്ടതും വേണ്ടാത്തതും നല്ലതും ചീത്തയും സത്യസന്ധമായ രീതിയിൽ വെളിപ്പെടുത്തുന്നവരാണ്. സ്നേഹം കൊണ്ട് നിങ്ങളെ കീഴ്പ്പെടുത്തിയവർ മൗനം കൊണ്ട് നിങ്ങളെ തോൽപ്പിക്കുമ്പോൾ തളർന്നു പോകരുത്. പകലുണ്ടെങ്കിൽ രാവുമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ വെറുപ്പുമുണ്ട് എന്ന കാര്യം മറക്കരുത്. വരാനുള്ളവർ വരും, പോകാനുള്ളവർ പോകും. ആരെയും നിർബന്ധിച്ച് നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം സ്നേഹവും പരിഗണനയും സ്വയം അറിഞ്ഞ് പകർന്നു കൊടുക്കേണ്ടതാണ്, അല്ലാതെ പിടിച്ചു വാങ്ങി എടുക്കേണ്ട ഒന്നല്ല. പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പെരുമാറ്റത്തിന് എപ്പോഴും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. നേരം പോക്കിന് വേണ്ടിയോ സ്വന്തം ആഗ്രഹം നേടാൻ വേണ്ടിയോ ആരും ആരെയും സ്നേഹിക്കാതിരിക്കുക. അവർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളുടെ ശാപം ചിലപ്പോൾ ജീവിതാവസാനം വരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ദുഃഖിച്ചവനെ കണ്ണീരിൻ്റെ വിലയറിയൂ. സ്നേഹിച്ചവനെ സ്നേഹം എന്താണെന്നറിയൂ. അനുഭവിച്ചവനെ അനുഭവം എന്താണെന്നറിയൂ. വിശക്കുന്നവനെ വിശപ്പിൻ്റെ വില അറിയൂ. ഇതെല്ലാം അറിയുന്നവനെ മനുഷ്യൻ എന്താണ് എന്നറിയൂ. പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത്. അവസരം കിട്ടിയാൽ അതും വിളിച്ചു പറയുന്ന കാലത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ജീവിതത്തിൽ ചില വിഷമങ്ങളും വേദനകളും ഉണ്ടാകുന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചില മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി തരുന്നതിന് കൂടിയാണ്. എല്ലാ കാര്യത്തിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക സാധ്യമല്ല. നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഓരോ ഹൃദയത്തിനും ഓരോ വേദനയുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാൽ ആരെയും അപമാനിക്കരുത്, അല്ലെങ്കിൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങൾ ശക്തനായിരിക്കാം, പക്ഷേ സമയം നിങ്ങളെക്കാൾ ശക്തനാണ്. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. പരിഗണിക്കപ്പെടാത്ത ഇടങ്ങളിൽ സ്നേഹത്തെ തിരിയുവാൻ പാടില്ല. അത് മരുഭൂമിയിൽ മഴക്കാടുകൾ തിരിയുന്നതിന് തുല്യമാണ്. ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടന്നേക്കണം, അത് എത്ര പ്രിയപ്പെട്ട ഹൃദയങ്ങളിൽ നിന്നായാലും. നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. പകരം നിങ്ങൾ ഒരു തവണ പോലും പരിശ്രമിച്ച് നോക്കാതെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കുക. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ ഖേദങ്ങളില്ലാതെ അംഗീകരിക്കുക. വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക. ഭാവിയെ ഭയമില്ലാതെ നേരിടുക.